ആലോചിച്ചു നോക്കൂ, ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കോട്ടുമിട്ട ഒരു വക്കീൽ കയറി വരുന്നു. എന്നിട്ട് പറയുകയാണ്, കുറച്ച് ദിവസം മുമ്പ് മരിച്ചുപോയ നിങ്ങളുടെ അച്ഛൻ വെറും ഒരു പാവമല്ല, ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിരുന്നു എന്ന്. കേൾക്കുമ്പോൾ തന്നെ കിളി പോകുന്ന ലോട്ടറി അല്ലേ? ലക്ഷങ്ങൾ വാരിയെറിഞ്ഞ് ആഡംബരത്തിന്റെ അങ്ങേയറ്റം ജീവിച്ച് ഒടുവിൽ സ്വന്തം ജീവിതം തന്നെ തകർച്ചയുടെ വക്കിലെത്തിയ ഒരു കുടുംബത്തിന്റെ വട്ടൻ കഥയാണിത്. അങ്ങനെ ഒരു അവിശ്വസനീയമായ ട്വിസ്റ്റിലൂടെ അവരുടെ ജീവിതം എങ്ങനെ മാറിമറിഞ്ഞു എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ടിക്ക എന്നൊരു കോളേജ് പെൺകുട്ടിയെയാണ്. ആർക്കിടെക്ചർ പഠിക്കുന്ന ടിക്ക ഭയങ്കര പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയാണ്. സത്യം പറഞ്ഞാൽ വീട്ടിലെ ദാരിദ്ര്യവും പണമില്ലായ്മയും കാരണം കോളേജിലെ പണക്കാരായ പിള്ളേരെല്ലാം അവളെ എപ്പോഴും വല്ലാതെ കളിയാക്കുമായിരുന്നു. ഇതിന്റെ സങ്കടം അവൾക്ക് എന്നും ഉള്ളിലൊതുക്കേണ്ടി വന്നു. കേക്കോ, രണ്ട് സഹോദരന്മാരുണ്ട്. തിയേറ്റർ പഠിക്കുന്ന, ഭാവിയിൽ വലിയൊരു സിനിമ പ്രൊഡ്യൂസർ ആകാൻ സ്വപ്നം കണ്ട് നടക്കുന്ന ദേഗയും സ്കൂളിൽ പഠിക്കുന്ന ചെറിയ അനിയൻ ഡോട്ടിയും. പണത്തിന് വളരെയധികം ബുദ്ധിമുട്ടാണെങ്കിലും ഈ മൂന്ന് മക്കളും അമ്മയും ഭയങ്കര സന്തോഷത്തോടെയാണ് ജീവിതം തള്ളി നീക്കുന്നത്. പരസ്പരം താങ്ങായി അവർ ആ ദാരിദ്ര്യത്തിലും ചിരിച്ചു ജീവിച്ചു. ഇതിനേറെ പറയുന്നു, നല്ല ആഹാരം ഫ്രീ ആയിട്ട് കഴിക്കാൻ വേണ്ടി അവർ പരിചയമില്ലാത്ത ആൾക്കാരുടെ കല്യാണ വീടുകളിൽ വരെ ആരും കാണാതെ അങ്ങ് കേറിപ്പറ്റും. പക്ഷേ ഒരു ദിവസം അങ്ങനെ ഒരു വലിയ കല്യാണത്തിന് പോയപ്പോൾ വധുവന്മാർ അവരെ കയ്യോടെ പിടിച്ച് നാണം കെടുത്തി അങ്ങ് പുറത്താക്കി. ആ സങ്കടത്തിൽ ഇരിക്കെയാണ് അവരുടെ അച്ഛൻ പെട്ടെന്ന് അപ്രതീക്ഷിതമായി മരിക്കുന്നത്. അച്ഛന്റെ വിയോഗം ആ കുടുംബത്തെ കടുത്ത നിരാശയിലാഴ്ത്തി. ആകെ തകർന്നു പോയ ടിക്കയും നേക്കയും പഠിത്തം നിർത്തി എവിടെയെങ്കിലും പണിക്ക് പോകാൻ വരെ തീരുമാനിച്ചു. കാരണം ഇത്രക്ക് കടമായിരുന്നു അവർ. പക്ഷേ കുട്ടികളെ നന്നായി പഠിപ്പിക്കണമെന്ന അച്ഛന്റെ വലിയ ആഗ്രഹത്തിന് ഒട്ടും കുറവ് വരുത്താൻ ആ അമ്മ തയ്യാറായിരുന്നില്ല. എന്നാൽ ആ വാശിക്ക് പിന്നിൽ അച്ഛൻ ഒളിപ്പിച്ചു വെച്ച വലിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ അവരുടെ കൊച്ചു വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി ഒരു വക്കീലും അസിസ്റ്റന്റും കടന്നു വന്നു. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് റെക്കോർഡ് ചെയ്തു വെച്ച ഒരു വീഡിയോ കാണിക്കാനാണ് അവർ വന്നത്. ആ വീഡിയോ പ്ലേ ചെയ്തപ്പോൾ അവർ കേട്ടത് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്താണെന്നാൽ താൻ ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളുടെ മകനാണെന്നും വലിയ കോടീശ്വരനാണെന്നാണ് അച്ഛൻ അതിൽ പറയുന്നത്. കേട്ടിട്ട് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലേ? ഇതൊന്നുമല്ല സുഹൃത്തുക്കളെ, ഇനിയാണ് കഥ തന്നെ മാറാൻ പോകുന്നത്. തന്റെ ഭാര്യയും മക്കളും പണത്തിന്റെ ഗമയില്ലാത്ത സാധാരണക്കാരായി ജീവിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ 21 വർഷം താൻ ഈ ദാരിദ്ര്യം അഭിനയിച്ചതെന്നും അച്ഛൻ വെളിപ്പെടുത്തി. തന്റെ മരണശേഷം ഈ കോടികളുടെ സ്വത്ത് ഭാര്യക്കും മക്കൾക്കും സുഖമായി ജീവിക്കാൻ വേണ്ടി മാറ്റിവെച്ചതാണെന്നും അച്ഛൻ പറഞ്ഞു. ആദ്യം അവർ ഇതൊന്നും വിശ്വസിച്ചില്ലെങ്കിലും നേരെ ബാങ്കിൽ പോയി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ആദ്യത്തെ ഗഡുവായി അവരുടെ അക്കൗണ്ടിലേക്ക് 500 മില്യൺ വന്നിട്ടുണ്ടായിരുന്നു. അതോടെ അവരുടെ ദാരിദ്ര്യം പടികടന്നു. പണം കയ്യിൽ വന്നതോടെ അവരുടെ ലൈഫ് സ്റ്റൈൽ ആകെ മാറി മറിഞ്ഞു. നേരെ ഒരു ആഡംബര റെസ്റ്റോറന്റിൽ കയറി വലിയൊരു VIP റൂം തന്നെ ബുക്ക് ചെയ്തു. പക്ഷെ ആ റൂമിൽ കയറണമെങ്കിൽ 5 പേർ വേണമായിരുന്നു. അവർ 4 പേരെ ഉള്ളുതാനും. ഒടുവിൽ റെസ്റ്റോറന്റിന്റെ മുന്നിൽ വിൽക്കുന്ന ഒരു പാവം ചേട്ടനെ കൂടി വിളിച്ചു വരുത്തി കൂടെ ഇരുത്തിയാണ് അവർ അവിടെ നിന്ന് ആശ്രയിച്ച് ഭക്ഷണം കഴിച്ചത്. കയ്യിൽ കാശുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നൊരു ഭാവം പതുക്കെ അവരിലേക്ക് വരികയായിരുന്നു. അവിടെ നിന്ന് നേരെ മാളിലേക്ക് വെച്ച് പിടിച്ചു. കണ്ണിൽ കണ്ട വില കൂടിയ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ അവർ വാരിക്കൂട്ടി. പിറ്റേ ദിവസം സ്കൂളിൽ ചെന്ന ഡോട്ടി അവിടുത്തെ വലിയൊരു സ്റ്റാറായി മാറി. പണം കയ്യിൽ വന്നതോടെ ടിക്ക പഴയ ചില കൂട്ടുകാരെയൊക്കെ മറക്കാൻ തുടങ്ങി. ബായു എന്നൊരു പയ്യനുമായി അവൾ അടുത്തു. അവന്റെ ബൈക്ക് കേടായപ്പോൾ അവനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം 19 മില്യൺ കൊടുത്ത് അവൾ അവനൊരു പുതിയ ബൈക്ക് വാങ്ങി നൽകി. പക്ഷേ എല്ലാവരും പണത്തിന് മുന്നിൽ വീഴില്ലെന്ന് അവൾ അപ്പോഴാണ് മനസ്സിലാക്കിയത്. ബായു ആ ബൈക്ക് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വേണ്ട, കഠിനാധ്വാനം കൊണ്ട് വാങ്ങിയ വണ്ടിയാണ് എനിക്ക് താല്പര്യം. വെള്ളം പോലെ ഒഴുകിക്കൊണ്ട് ആ 500 മില്യണും ദിവസങ്ങൾക്കുള്ളിൽ തീർന്നു പോയി. പണം തീർന്നപ്പോൾ അവർ സങ്കടത്തോടെ വീണ്ടും അച്ഛന്റെ അടുത്ത വീഡിയോ എടുത്തു വെച്ചു. അവിടെയാണ് കഥയിലെ അടുത്ത ട്വിസ്റ്റ്. അടുത്ത ഘട്ടമായി 15 മില്യൺ കൂടി അവർക്ക് കിട്ടുമെന്നാണ് അച്ഛൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. ആ പണം കൂടി അക്കൗണ്ടിൽ വന്നതോടെ അവരുടെ ജീവിതം കയ്യിൽ നിന്നങ്ങ് പോയി. മില്യൺ കൊടുത്ത് വലിയൊരു ബംഗ്ലാവും വില കൂടിയ ഫർണിച്ചറുകളും ഒക്കെ വാങ്ങിക്കൂട്ടി. ആ ഫർണിച്ചർ കടയിലെ സെക്യൂരിറ്റിക്കാരന് നേരെ അവർ ശമ്പളം കൊടുത്ത് സ്വന്തമാക്കി. കാർ ഓടിക്കാൻ പോലും അറിയാത്ത ഇവർ 3 ലക്ഷറി കാറുകളാണ് ഒന്നിച്ചു വാങ്ങിയത്. പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ചതോടെ പണ്ട് ടിക്കയെ പുച്ഛിച്ച കൂട്ടുകാരൊക്കെ ഇപ്പോൾ അവളുടെ പിന്നാലെ നടക്കാൻ തുടങ്ങി. പുതിയ പണക്കാരായ കൂട്ടുകാരുടെ കൂടെ നടക്കാൻ തുടങ്ങിയതോടെ ഒളിമ്പിയാഡ് പരീക്ഷയ്ക്കുള്ള അവളുടെ തയ്യാറെടുപ്പുകളൊക്കെ വെള്ളത്തിലായി. വായുവിനെ പണം കാണിച്ച് അപമാനിച്ചതിൽ അവൾ മാപ്പ് ചോദിച്ചെങ്കിലും അവരുടെ ബന്ധത്തിൽ ആ പഴയ അടുപ്പമില്ലാതായി.
നഷ്ടപ്പെടുന്നത് പണമല്ല, സ്വന്തം ജീവിതമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. മറുവശത്ത് ഡെക്ക തന്റെ നാടകത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾക്ക് പണം വാരിയെറിയാൻ തുടങ്ങി. പണം അതൊരിക്കലും തീരില്ലെന്ന ഭാവമായിരുന്നു അവന്. അമ്മയാണെങ്കിൽ റോഡിൽ പാട്ട് പാടുന്നവർക്കും കലാകാരന്മാർക്കും ഒക്കെ ലക്ഷങ്ങളാണ് വെറുതെ വാരിക്കോരി കൊടുക്കുന്നത്. സുഹൃത്ത് കാരണം അമ്മ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും TV ഷോകളിൽ വരെ അതിഥിയായി എത്തുകയും ചെയ്തു. സ്വത്ത് കിട്ടിയതോടെ അമ്മയ്ക്ക് അത്യാഗ്രഹവും ടിക്ക വലിയൊരു കൂട്ടിയെത്തിയുമായി മാറി. ഡെക്കയാകട്ടെ പണത്തിന്റെ ബലത്തിൽ നാടകം കളിച്ചു നടന്നു. ഇരിക്കെയാണ് അപ്രതീക്ഷിതമായി ആ വക്കീൽ വീണ്ടും അവരുടെ വീട്ടിലേക്ക് വരുന്നത്. അച്ഛൻ റെക്കോർഡ് ചെയ്ത അടുത്ത വീഡിയോ കാണിച്ചുകൊണ്ട് വക്കീൽ പറഞ്ഞു, നിങ്ങളുടെ അച്ഛന്റെ സ്വത്ത് മുഴുവൻ അവസാനിച്ചിരിക്കുന്നു. ഇത് കേട്ടതും ഡെക്കയുടെയും കുടുംബത്തിന്റെയും ബോധം കെട്ടു. ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരന്മാരിൽ നിന്ന് വീണ്ടും പിച്ചക്കാരായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ. അച്ഛൻ തന്നുവിട്ട കോടികൾ മുഴുവൻ അപ്പാടെ തീർന്നു പോയി എന്നറിഞ്ഞതോടെ അതുവരെ കൂടെ ഉണ്ടായിരുന്ന ലക്ഷറി ഫ്രണ്ട്സ് ഒക്കെ ടിക്കയെ തെനിച്ചാക്കി മെല്ലെ അങ്ങ് വലിഞ്ഞു തുടങ്ങി. നാടകത്തിന് പണം തികയാതെ ടെക്കയും പൂർണ്ണമായി വയ്യാധാരമായി. പണക്കൊഴുപ്പിൽ അഹങ്കരിച്ച് നടന്ന ആ കുടുംബം ഒരൊറ്റ സുപ്രഭാതത്തിൽ വീണ്ടും ആ പഴയ ദാരിദ്ര്യത്തിലേക്ക് തന്നെ അങ്ങ് വീഴുന്നു. സത്യം പറഞ്ഞാൽ വക്കീൽ കൊണ്ടുവന്ന ആ രഹസ്യ വീഡിയോ കണ്ട് എല്ലാവരും ശരിക്കും വട്ടായി നിൽക്കുകയാണ്. തിയേറ്റർ നാടകത്തിന് ലക്ഷങ്ങൾ ആവശ്യമുണ്ടായിരുന്ന ടെക്കയുടെ കിളികൾ അപ്പോൾ തന്നെ പാറിപ്പോയി. പണമില്ലാത്ത അവസ്ഥ പണ്ട് ഇവർക്ക് പുത്തിരിയല്ലായിരുന്നെങ്കിലും കുറച്ചു ദിവസം ആഡംബരത്തിൽ ജീവിച്ച് ശീലിച്ചത് കൊണ്ട് ഇപ്പോൾ കയ്യിൽ ഒരു ചില്ലറ കാശില്ലെന്നറിഞ്ഞപ്പോൾ എല്ലാവരും ശരിക്കും വിയർത്തുപോയി. പണം തങ്ങളെക്കാൾ വലുതാണെന്ന് വെച്ചവർക്ക് കിട്ടിയ ആദ്യത്തെ അടിയായിരുന്നു അത്. അങ്ങനെ പഴയ ദാരിദ്ര്യത്തിലേക്ക് മടങ്ങിയതോടെ ടെക്കയുടെ കൂടെ പബ്ബിലും പാർട്ടിയിലും നടന്നിരുന്ന പണക്കാരായ കുട്ടികളൊക്കെ അവളെ കണ്ടില്ലെന്ന് നടിക്കാൻ തുടങ്ങി. ടെക്കയുടെ അഹങ്കാരം കാരണം അവന്റെ കൂട്ടുകാർ അവനെ പണ്ടേ വിട്ടുപോയിരുന്നു. ഈ മാറ്റങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ആ പാവം ചെറിയ അനിയൻ ഡോട്ടിയായിരുന്നു. ഇതിനിടയിൽ ഒരു ദിവസം പബ്ബിലിരുന്ന് മദ്യപിക്കുമ്പോൾ അവിടെയുള്ള ചിലർ അവളെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ ഇടയായി. ഇത്രയും പഠിക്കാൻ മിക്കിയായ ഒരു കുട്ടി എന്തിനാണ് ഇങ്ങനെ കുടിച്ച് കൂത്താടിയ ജീവിതം നശിപ്പിക്കുന്നതെന്ന് അവരുടെ ചോദ്യം അവളുടെ നെഞ്ചിൽ ശരിക്കങ്ങ് കൊണ്ടു. താൻ പണത്തിന്റെ ലഹരിയിൽ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായി. അതോടെ തന്റെ തെറ്റായ ശീലങ്ങളെല്ലാം അവസാനിപ്പിച്ച് പഴയതുപോലെ ഫിസിക്സ് ഒളിമ്പ്യാഡിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൾ തീരുമാനിച്ചു. താൻ പണത്തിന്റെ അഹങ്കാരത്തിൽ ഉപേക്ഷിച്ചു പോയ പഴയ ആത്മാർത്ഥമായ സുഹൃത്തുക്കളുടെ അടുത്ത് ചെന്ന് അവൾ കരഞ്ഞ് മാപ്പ് പറഞ്ഞു. അവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. കാര്യങ്ങളെല്ലാം പതുക്കെ നേരെയാകാൻ തുടങ്ങി. ടിക്ക വീണ്ടും ഒളിമ്പ്യാഡ് പരീക്ഷയ്ക്ക് വേണ്ടി രാത്രിയും പകലും കഠിനമായി പഠിക്കാൻ ആരംഭിച്ചു. അമ്മ തന്റെ ആഡംബരമൊക്കെ നിർത്തി പാവപ്പെട്ടവർക്ക് കിറ്റും ആവശ്യ സാധനങ്ങളും വിതരണം ചെയ്യാൻ ഇറങ്ങി. നിക്കയ്ക്കാണെങ്കിൽ അവൻ പോലും വിചാരിക്കാതെ എവിടെ നിന്നോ അവന്റെ നാടകത്തിനുള്ള വലിയൊരു സ്പോൺസർഷിപ്പും പണവും ഒത്തുവന്നു. എല്ലാം പഴയതുപോലെ സന്തോഷത്തിലേക്ക് തിരിച്ചു വരികയാണെന്ന് അവർ കരുതി. പക്ഷെ വിധി വീണ്ടും അവരെ ക്രൂരമായി ചതിക്കുകയായിരുന്നു. അമ്മ വിതരണം ചെയ്ത കിറ്റ് വാങ്ങാൻ ആളുകൾ തള്ളിക്കയറിയതോടെ അവിടെ വലിയൊരു തല്ലുമാലയായി മാറി. കുറെ പേർക്ക് പരിക്കേറ്റു. മറ്റൊരു പക്ഷത്ത് ടിക്കയുടെ പുതിയ റിച്ചായ കൂട്ടുകാർ മയക്കുമരുന്ന് കേസിൽ പെട്ടപ്പോൾ പോലീസുകാർ ടിക്കയെയും കൂട്ടി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ടിക്കയുടെ നാടകത്തിന്റെ പണം തന്നത് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. ഇതറിഞ്ഞ് പ്രതിപക്ഷത്തുള്ള ആളുകൾ തിയേറ്റർ അടിച്ച് തകർത്തതോടെ ടെക്കയുടെ വലിയ സ്വപ്നവും പൊളിഞ്ഞ് പാളീസായി. ഭാഗ്യത്തിന് യൂറിൻ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആയതുകൊണ്ട് ടിക്ക ജയിലിൽ പോകാതെ തലനാരിലേക്ക് രക്ഷപ്പെട്ടു. എന്നാൽ ദുരന്തങ്ങൾ അവിടെ നിന്നും തീർന്നില്ല. അന്ന് രാത്രി വക്കീൽ വീണ്ടും ആ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥിയുമായി കടന്നു വന്നു. അത് മറ്റാരുമായിരുന്നില്ല, അവർ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത അവരുടെ സ്വന്തം ചെറിയച്ഛനായിരുന്നു. എന്നെ എഴുതി വെച്ച സ്വത്തുക്കളും ഈ വലിയ ബംഗ്ലാവും എല്ലാം തന്റെ പേരിൽ കൂടിയുള്ളതാണെന്നും അതുകൊണ്ട് ഇതെല്ലാം തനിക്ക് വിട്ടുതരണമെന്നും അയാൾ ഭീഷണിപ്പെടുത്തി. നിയമപരമായി അയാൾക്ക് അനുകൂലമായതുകൊണ്ട് ആ പ്രമാണം മുഴുവൻ ഒപ്പിട്ട് കൊടുക്കുകയല്ലാതെ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. ഈ വലിയ തിരിച്ചടിയിൽ നിന്നാണ് പണവും പ്രശസ്തിയും ഒന്നും ജീവിതത്തിൽ സന്തോഷം നൽകില്ലെന്നും ആഡംബരം മനുഷ്യനെ നശിപ്പിക്കുമെന്നും അവർ തിരിച്ചറിയുന്നത്. വലിയ സ്നേഹമാണ് വലുതെന്ന് അവർ പഠിച്ചു. ഇങ്ങനെ അവർ ആ വലിയ ബംഗ്ലാവ് ഒഴിഞ്ഞുകൊടുത്തു. പണ്ടത്തെ ആ ചെറിയ പഴയ വാടക വീട്ടിലേക്ക് തന്നെ മടങ്ങിയെത്തി. യും ബായവും തമ്മിലുള്ള കല്യാണം ഉടനെ നടത്താൻ തീരുമാനിക്കുകയും ടെക്ക തന്റെ പഴയ അവസ്ഥയോട് പൊരുത്തപ്പെടുകയും ചെയ്തു. എല്ലാം ശുഭമായി അവസാനിച്ചു എന്ന് കരുതിയ നിമിഷമാണ് കഥയെ അപ്പാടെ മാറ്റിമറിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവം നടക്കുന്നത്. അപ്രതീക്ഷിതമായി മറ്റൊരു വക്കീൽ അങ്ങോട്ട് കയറി വന്നു. അച്ഛൻ അവസാനമായി റെക്കോർഡ് ചെയ്ത ഒരു സീക്രട്ട് വീഡിയോ ടേപ്പ് അയാൾ അവരെ കാണിച്ചു. തന്റെ മക്കളെയും ഭാര്യയെയും ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി താൻ തന്നെയാണ് ആ ചെറിയച്ഛനെ നാടകം കളിപ്പിച്ച് വിട്ടതെന്ന് അച്ഛൻ ആ വീഡിയോയിൽ കൊണ്ട് വെളിപ്പെടുത്തുന്നു. സത്യത്തിൽ അച്ഛന്റെ അക്കൗണ്ടിൽ ഇനിയും കോടിക്കണക്കിന് രൂപ ബാക്കിയുണ്ടായിരുന്നു.